ഏതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ കുടുംബജീവിതം ഇമ്പമുള്ളതായി തീരുന്നതിനെ അവൻ അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പെൺകുട്ടിയെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് വേളി കഴിച്ച് നിക്കാഹ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്നതിനെപ്പറ്റി മുഷാവറ ചെയ്യുന്നതിനായിട്ട് ഒരു മഹാപണ്ഡിതനെ സമീപിക്കുകയാണ്. തുടർന്ന് ആ പണ്ഡിതനോട് പറയുകയാണ്, എനിക്ക് ഏത് നിലയ്ക്കുള്ള പെണ്ണിനെയാണ് ഏത് നിലയ്ക്കുള്ള ഇണയെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്നതിനെപ്പറ്റി ചോദിക്കുന്നതായ സന്ദർഭത്തിൽ വളരെ രസകരമായ ഒരു മറുപടി ആ മഹാപണ്ഡിതൻ പറയുന്നുണ്ട്. ആ പണ്ഡിതൻ ആ ചെറുപ്പക്കാരനോടായിട്ട് പറഞ്ഞു, അല്ലയോ മകനെ, നീ ഒരു മതബോധമുള്ള പെണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൾക്ക് ഒരു മാർക്ക് കൊടുക്കുക. ഇനി മതബോധത്തിനോടൊപ്പം നീ സൗന്ദര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നിന് ശേഷമായിട്ടൊരു 0 കൂടി ചേർക്കുക. ഇനി നീ മതബോധവും സൗന്ദര്യവും അതിനോടൊപ്പം സമ്പത്തും കൂടിയുള്ളതായ ഒരു പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ 1നും 0നും ശേഷമായി കൊണ്ടൊരു 0, അപ്പോൾ 100 ആവും. ഒരു 0 കൂടി നീ ചേർക്കുക. തുടർന്ന് ആ പണ്ഡിതൻ പറയുകയാണ്, നിനക്ക് മതബോധവും സൗന്ദര്യവും സമ്പത്തും അതിനോടൊപ്പം കുടുംബ മഹിമയും കൂടി ഉള്ളതായ ഒരു പെണ്ണിനെയാണ് നീ നിൻ്റെതായ സ്വന്തം ജീവിതത്തിലേക്ക് വേളി കഴിച്ച് നിക്കാഹ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിനക്ക് ആ പെണ്ണിനായിട്ട് ഈ പറയപ്പെട്ട 100ന് ശേഷം ഒരു 0 കൂടി ചേർത്ത് 1000 എന്ന എണ്ണത്തിലേക്ക് എത്തും. ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരന് വലിയ മനസ്സിലാകുന്ന തരത്തിൽ രസകരമായി കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. തുടർന്നുകൊണ്ട് ആ മഹാപണ്ഡിതൻ ആ ചെറുപ്പക്കാരനോടായിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഈ നിലയ്ക്കാണ് എങ്കിലും നീ വിവാഹം ചെയ്യുന്നതായ പെൺകുട്ടിക്ക് കുടുംബ മഹിമയുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ മതബോധമില്ല എങ്കിൽ ആ 1നെ നീ എടുത്തു മാറ്റുക. അവശേഷിക്കുന്നത് കേവലം മൂല്യമില്ലാത്ത വട്ടപൂജ്യങ്ങൾ മാത്രമായിരിക്കും. ആ പണ്ഡിതൻ വളരെ രസകരമായിക്കൊണ്ട് ആ ചെറുപ്പക്കാരനോടായിട്ട് മതബോധമുള്ള പെൺകുട്ടിയെ നിക്കാഹ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, ആ ഒരു മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വളരെ രസകരമായി കൊണ്ട് അവതരിപ്പിച്ച ഒരു സംഭാഷണത്തിൻ്റെ ശകലമാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതിനോട് ചേർത്തുകൊണ്ട് നാം മനസ്സിലാക്കാനുള്ളത്, ഈ പറയപ്പെട്ടത് കേവലം പെണ്ണുങ്ങൾക്ക്, വനിതകൾക്ക്, യുവതികൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക്, ആണുങ്ങൾക്കും ബാധകമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാം, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ 5 നേരത്തെ നിസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുകയും വസ്വാമത്ത് ഷഹറഹ, അനുഗ്രഹീതമായ റമളാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം നടത്തുകയും മാത്രവുമല്ല വഹഫിളത്ത് ഫർജഹ, അവളുടേതായ ശരീരത്തെ സൂക്ഷിക്കുകയും വ അതാഅത്ത് സൗജഹ, അവളുടെ പ്രിയപ്പെട്ട പ്രിയതമനെ വഴിപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഖീലലഹ, ആ സഹോദരിയോട്, പെണ്ണിനോട്, സ്ത്രീയോടായിട്ട് പറയുമത്രേ, ഉദ്ഖിലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൻ ശിഅതി, ഉദ്ഖിലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, മിൻ അയ്യി അബ്വാബിൻ ശിഅതി, സ്വർഗത്തിൻ്റെ വാതിലുകൾ നിന്നും നീ ഇച്ഛിക്കുന്ന, ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന, ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള സ്ത്രീയോട് പറയുമെന്ന് ആദരവായി നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയപ്പെട്ട സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗപ്രവേശനം ലഭിച്ചവരിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ സാധുക്കളായ ഭാര്യമാരെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബാദികളെയും നമുക്ക് ബാധ്യതയും കടപ്പാട്ടും കടമകളുമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന, നാം ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.